ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലാ കളക്ടറുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം വെബ്സൈറ്റ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പ്രകാശനം ചെയ്തു. ബേപ്പൂർ മണ്ഡലത്തിലെ വ്യവസായശാലകൾ അടച്ചുപൂട്ടുമ്പോൾ സ്ഥലം എംഎൽഎയും മന്ത്രിയുമായ റിയാസ് നോക്കുകുത്തിയായി നിൽക്കുകയാണെന്ന് PV അൻവർ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കോഴിക്കോട്ട് നടന്നുവന്ന കേരള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സിൽവർ ജൂബിലി സമ്മേളനത്തിന് സമാപനം. SMF മഹല് സംഗമവും 100 ഭവന സമർപ്പണവും ജനുവരി 31-ന് ഉള്ളിയേരിയിൽ. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വളയനാട് ദേവീക്ഷേത്ര ഉത്സവത്തിന്റെ കൊടിയേറ്റം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലാ കളക്ടറുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം വെബ്സൈറ്റ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പ്രകാശനം ചെയ്തു. ചടങ്ങിൽ ഉദ്യോഗസ്ഥരും ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികളും പങ്കെടുത്തു. ജില്ലാതലത്തിൽ ഭരണനിർവഹണ രംഗത്ത് യുവജനങ്ങൾക്ക് അവസരമൊരുക്കുന്ന ദേശീയ തലത്തിലെ തന്നെ ആദ്യ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ് കോഴിക്കോട് കളക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. DCIP പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് പുതുതായി ലോഞ്ച് ചെയ്ത വെബ്സൈറ്റ്. 10 വർഷം പിന്നിട്ട ജില്ലാ കളക്ടറുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ വെബ്സൈറ്റ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. This is an example of how values can actually help in creating systems which are better for the society. Now, DCIP ഒരു innovative idea അല്ല. It is not a technically very complicated idea. It's a simple idea. കുറച്ച് സ്റ്റുഡൻസ് വോളണ്ടിയേഴ്സ് ഇന്റേൺസ് നമുക്ക് അവർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യണം എന്താണ് അവർക്ക് അതും ഐഡിയ അല്ല ആദ്യമായിട്ട്. ഇറ്റ് ഇസ് വെരി ഇവോൾവിംഗ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് വെരി ടെക്നിക്കൽ ഓൾസോ. കാരണം ഒരു എഞ്ചിനീയറിംഗ് ടീം വേണം, ഒരു empowerment വേണം, അങ്ങനെയൊന്നുമില്ല. Thankfully, Prashant sir started this program. We got a group of people who were keen, compassionate, and kind enough to help. That's the only differentiating factor. ചടങ്ങിൽ ADM മുഹമ്മദ് റഫീഖ്, സബ് കളക്ടർ ഗൗതം രാജ്, അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ S മോഹനപ്രിയ, DCIP പ്രോഗ്രാം മാനേജർ ഡോക്ടർ നിജീഷ് ആനന്ദ്, IPM ആൻഡ് DCIP മുൻ ഡയറക്ടർ മെന്റർ ഡോക്ടർ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ ബാച്ചുകളിലെ ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ മണ്ഡലത്തിലെ വ്യവസായശാലകളെല്ലാം അടച്ചുപൂട്ടുമ്പോൾ സ്ഥലം MLAയും മന്ത്രിയുമായ റിയാസ് നോക്കുകുത്തിയായി നിൽക്കുകയാണെന്ന് PV അൻവർ. ബേപ്പൂർ തുറമുഖത്തിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ തൊഴിലാളികൾ നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അൻവർ. ബേപ്പൂർ തുറമുഖത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പോർട്ട് STU INTUC തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തുറമുഖത്തേക്ക് മാർച്ചും ധർണയും നടത്തി. വാർഫ് അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കുക, തുറമുഖത്ത് ഡ്രഡ്ജിംഗ് നടപടികൾ ഉടൻ പുനരാരംഭിക്കുക, കാലപ്പഴക്കം ചെന്ന ക്രെയിനുകൾ മാറ്റി സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. PV അൻവർ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ മണ്ഡലത്തിലെ വ്യവസായശാലകളെല്ലാം അടച്ചുപൂട്ടുമ്പോൾ സ്ഥലം MLAയും മന്ത്രിയുമായ റിയാസ് നോക്കുകുത്തിയായി നിൽക്കുകയാണെന്ന് PV അൻവർ പറഞ്ഞു.
ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഒരാൾക്ക് തൊഴിൽ കൊടുത്തത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുടെ കൂടെ നടക്കുന്ന ആ സഖാക്കൾക്ക് പറയാൻ പറ്റും. ഒരാൾക്ക് എന്ത് തൊഴിൽശാല ഉള്ളതേ തകർന്ന് തരിപ്പണമായി കടലിന്റെ ഭാഗമായി മാറുകയാണ് ഈ പോർട്ട്, അല്ലേ? ഈ കേരളത്തിലല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ടൈൽ ഫാക്ടറികൾ ഉണ്ടായിരുന്ന നാടിന്റെ പേരാ ഫറൂഖ്. ഞാൻ താമസിക്കുന്ന വീട് 88 വർഷമായി. ആ ഊരില് ഫറൂഖ് ഫാക്ടറിയാണ്. എന്താ സ്റ്റാൻഡേർഡോ? അതിന്റെ എത്ര കൊല്ലം മുമ്പ് ഒരൊറ്റ ഫാക്ടറി ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? 10 ആൾക്ക് തൊഴിൽ കൊടുത്തത് പറയാൻ സാധിക്കുമോ? ഇപ്പൊ ചൈനയിൽ നിന്ന് ഓടുണ്ടാക്കിയിട്ട് ഫറൂഖ് കിടക്കുക, അതിന്റെ കടകൾ അവിടെ കാണുന്നു. ഒരു MLA, ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ ആദ്യം ഇടപെടേണ്ട വിഷയങ്ങൾ മനുഷ്യന് തൊഴിലുണ്ടെങ്കിലേ മനുഷ്യന് ജീവിക്കാൻ കഴിയുള്ളൂ. വീട്ടിലെ പട്ടിണി മാറും, പ്രശ്നങ്ങൾ മാറും. ഒരു സ്ഥാപനം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ഉള്ള സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചു കൂട്ടുമ്പോഴും അവനവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വിഷമം തോന്നില്ല. എവിടെ ഇടപെട്ടത്? പ്രതിഷേധ പരിപാടിയിൽ പോർട്ട് INTUC പ്രസിഡന്റ് AE മാത്യു അധ്യക്ഷത വഹിച്ചു. KC അബു, MI മുഹമ്മദ് ഹാജി, അസ്കർ ഫറൂഖ്, C നവാസ്, AT അബ്ദു, ഷഫീഖ് അരക്കിണർ, രാജീവ് തിരുവച്ചിറ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കേരള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സിൽവർ ജൂബിലി സമ്മേളനം സമാപിച്ചു. പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് നേതാവ് കണ്ണൻ ഗോപിനാഥനും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം MP അബ്ദുൾ സമദാനിയും നിർവഹിച്ചു. 3 ദിവസങ്ങളിലായി കോഴിക്കോട് വിവിധ വേദികളിലായി നടത്തിയ കേരള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സിൽവർ ജൂബിലി സമ്മേളനം സമാപിച്ചു. രാവിലെ പ്രതിനിധി സമ്മേളനം സാമൂഹിക പ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ കണ്ണൻ ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ശരിയോ തെറ്റോ എന്നല്ല നമ്മൾ ചിന്തിച്ചത്. നമ്മൾ എന്താണ് ചിന്തിച്ചത്? ഏതാണോ എളുപ്പം അതിലോട്ട്. അതാണ് പൊതുവെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. സർക്കാരിനെ വിമർശിച്ചാൽ ജീവിതം ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ മാധ്യമങ്ങൾ സർക്കാരിനെ വിമർശിക്കുമോ? ഇല്ല. അവർ ചിന്തിക്കുന്നത് ശരിയും തെറ്റും തമ്മിലല്ല. ഏതാണോ ബുദ്ധിമുട്ട്, ഏതാണോ എളുപ്പം. പ്രശംസിക്കുന്നതാണ് എളുപ്പമെങ്കിൽ പ്രശംസിക്കും, വിമർശിക്കുന്നതാണ് എളുപ്പമെങ്കിൽ വിമർശിക്കും. KHSTU സംസ്ഥാന പ്രസിഡന്റ് KT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. ഡോക്ടർ S സന്തോഷ്, MA റസാഖ് മാസ്റ്റർ, PV അൻവർ, CH ഇബ്രാഹിം കുട്ടി, ഡോക്ടർ KV മനോജ്, PK അസീസ് എന്നിവർ സംബന്ധിച്ചു. സമാപന സമ്മേളനം ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ നാട്ടിൽ നടക്കുമ്പോൾ ഇതൊന്നും ഒഴിഞ്ഞെടുക്കാൻ നമുക്ക് കഴിയില്ല. മനുഷ്യരെ വേട്ടയാടാനാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മൊബൈലും നിങ്ങളുടെ സാങ്കേതികത്വങ്ങളും നിങ്ങളുടെ ടെക്നോളജിയും നിങ്ങളുടെ IT-യും നിങ്ങളുടെ മീഡിയകളും പാവം മനുഷ്യനെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ഒരു കാലത്ത് ക്യാമ്പസുകളിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ പുതിയ കാഹളങ്ങൾ മുഴങ്ങട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കുന്നത്. ഡോക്ടർ നിസാർ ചേലേരി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസിനെ ആദരിച്ചു. VK അബ്ദുൾ റഹ്മാൻ, ഷമീം അഹമ്മദ്, K മുഹമ്മദ് ഷരീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജൂബിലി ഹാളിന് മുന്നിൽ നിന്നും തുടങ്ങി മുതലക്കുളം വരെ നടത്തിയ പ്രകടനത്തോടെ സമ്മേളനം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടേഴ്സ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers.
Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. വാർത്തകൾ തുടരുന്നു. SMF മഹല്ല് സംഗമവും 100 ഭവന സമർപ്പണവും ജനുവരി 31 ഉള്ളേരിയിൽ നടക്കും. മഹല്ല് സംഗമം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഭവനങ്ങളുടെ സമർപ്പണം റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമസ്തയുടെ 100ാം വാർഷിക സമാപന സമ്മേളനത്തിന്റെയും സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ ഗോൾഡൻ ജൂബിലിയുടെയും ഭാഗമായി SMF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹല്ല് സാരഥി സംഗമവും നിർധന പണ്ഡിതന്മാർക്കായി നിർമ്മിച്ച ഭവന സമർപ്പണവും ജനുവരി 31 ശനിയാഴ്ച ഉള്ളേരി ഇവൻസ കൺവെൻഷൻ സെന്ററിൽ നടക്കും. മഹല്ല് സാരഥി സംഗമത്തിൽ വിവിധ മഹല്ലുകളിൽ നിന്നുള്ള ഭാരവാഹികളും ഖത്തീബുമാരും പങ്കെടുക്കും. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഗോൾഡൻ ജൂബിലി പ്രൊജക്ട് അവതരണം നാസർ ഫൈസി കൂടത്തായി നിർവഹിക്കും. നിർധന പണ്ഡിതർക്കുള്ള ഭവന സമർപ്പണം സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്നും സലീം എടക്കര സഗൻ പദ്ധതി വിശകലനം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ MC മായിൻ ഹാജി, സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി U മുഹമ്മദ് ഷാഫി ഹാജി, ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി, RV കുട്ടി ഹസൻ, മലയമ്മ അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തൊഴിൽ സ്ഥാപനം അടച്ചുപൂട്ടിയെങ്കിലും ഒപ്പം തൊഴിൽ ചെയ്തവർ പതിവ് പോലെ ഒത്തുകൂടി. സിൽവർ ജൂബിലി നിറവിൽ കോഴിക്കോട് മാവൂർ ഗ്വാളിയോർ റയോൺസ് ഫൈബർ സ്റ്റാഫ് കൂട്ടായ്മയാണ് സംഗമം സംഘടിപ്പിച്ചത്. പ്രായവും ആരോഗ്യവും അവരെ തളർത്തിയില്ല. ഒപ്പം ജോലി ചെയ്തവരെ കാണാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും പതിവ് പോലെ ഒത്തുചേർന്നു. ഇത്തവണ കൂട്ടായ്മ രൂപീകരിച്ചതിന്റെ സിൽവർ ജൂബിലി ആഘോഷം കൂടിയായിരുന്നു. മാവൂർ ഗ്രാസിം ഫൈബർ സ്റ്റാഫ് സംഗമത്തിൽ 85 പേരും ഒത്തുകൂടി. YMCA മറീന റെസിഡൻസിയിൽ നടന്ന ചടങ്ങ് പ്രശസ്ത സൈക്കോളജിസ്റ്റും മെന്റലിസ്റ്റുമായ ഡോക്ടർ MA അലി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടത്തിയ മോട്ടിവേഷൻ ക്ലാസും മെന്റലിസം പ്രകടനവും വിജ്ഞാനപ്രദമായി. ആ ഉറക്കം ശരീരം റിപ്പയർ ചെയ്യപ്പെടണമെങ്കിൽ, ബ്രെയിൻ റിപ്പയർ ചെയ്യപ്പെടണമെങ്കിൽ ഉള്ള കണ്ടീഷൻ ശരീരത്തിന് വേറെ ജോലിയൊന്നും പാടില്ല. നമ്മൾ 7 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് കുഴിമന്തിയും ബിരിയാണിയും ഒക്കെ കഴിച്ചാൽ ശരീരത്തിന്റെ ജോലി അത് ദഹിപ്പിക്കില്ല. K. രഘുനാഥ് അധ്യക്ഷനായി. ചടങ്ങിൽ മാവൂർ ഗോളിയർ റയോൺസ് സ്റ്റാഫ് അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ B. പത്മനാഭനെ ആദരിച്ചു. K. ഗോപാലകൃഷ്ണൻ നായർ, E. ബാലകൃഷ്ണൻ നായർ, എഞ്ചിനീയർ P. ആലിക്കോയ തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാട്ടുകൂട്ടം കോഴിക്കോട് നാടൻ കലാ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ 10ാമത് മണിമുഴക്കം കലാഭവൻ മണി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വ്യത്യസ്ത മേഖലകളിൽ സുത്യർഹമായ സേവനം ചെയ്തുവരുന്ന 8 പേർക്കാണ് ഇത്തവണ അവാർഡ് നൽകുന്നത്. കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മാർച്ച് 6 പുരസ്കാരങ്ങൾ സമർപ്പിക്കും. കലാ സാംസ്കാരിക മേഖലയിൽ M. പ്രദീപ് കുമാർ പയ്യന്നൂർ, പത്രമാധ്യമ മേഖലയിൽ KP സജീവൻ കോഴിക്കോട്,
നാടോടി വാദ്യത്തിൽ രജീഷ് കുറ്റിയാടി, മാപ്പിള കലകളിൽ സവിത നൂറുദ്ദീൻ, ഗോത്രകലയിൽ ശോഭ പഴനിസ്വാമി, നാടൻപാട്ടിൽ റിജു ഗോത്ര, ശബ്ദകലയിൽ ബിജു വി ജോർജ് പാത്തിപ്പാറ, ശാസ്ത്രീയ നൃത്തത്തിൽ സുജിന വടകര എന്നിവരാണ് പാട്ടുകൂട്ടം മണിമുഴക്കം കലാഭവൻ മണി പുരസ്കാരത്തിന് അർഹരായവർ. ഫലകവും പ്രശസ്തി പത്രവും 10,001 രൂപയും അടങ്ങുന്നതാണ് മണിമുഴക്കം പുരസ്കാരം. മാർച്ച് 6-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന മണിമുഴക്കം പരിപാടി മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ജൂറി ചെയർമാൻ വിൽസൺ സാമുവൽ, കൺവീനർ കാനേഷ് പൂനൂർ, പാട്ടുകൂട്ടം ഡയറക്ടർ ഗിരീഷ് ആംബ്ര, പ്രോഗ്രാം കോർഡിനേറ്റർ വിജു വി രാഘവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ. ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. വാർത്തകൾ തുടരുന്നു. വളയനാട് ദേവീക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറി. തന്ത്രി ചേന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവം ഫെബ്രുവരി 5-ന് നാന്തകം തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ സമാപിക്കും. വളയനാട് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് തന്ത്രി ചേന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റി. സാംസ്കാരിക സമ്മേളനം മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാമൂതിരി രാജ പ്രതിനിധികളായ PC ഗിരിധർ രാജ, PK മാനവവർമ്മ, കൗൺസിലർ ഇന്ദിര കൃഷ്ണൻ, ഡോക്ടർ MP അനിത, ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി MV ആനന്ദ്, എക്സിക്യൂട്ടീവ് ഓഫീസർ K സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 4-ന് ആറാട്ട് നടക്കും. 5-ന് വൈകിട്ട് നാന്തകം തളി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വോയിസ് അമ്പലപ്പടി 21ാമത് സിൽവർ ജൂബിലി വിദ്യാഭ്യാസ പുരസ്കാരത്തിന്റെയും മൂത്തേടത്ത് മീനാക്ഷിയമ്മ എൻഡോമെന്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം ജനുവരി 31-ന് മേയർ ഒ സദാശിവനും ISRO മുൻ ഡയറക്ടർ EK കുട്ടിയും ചേർന്ന് നിർവഹിക്കും. ഇതിന്റെ ഭാഗമായുള്ള അനുമോദന സമ്മേളനവും കലാപരിപാടികളും ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ ഉദ്ഘാടനം ചെയ്യും. 2005-ൽ വോയിസ് അമ്പലപ്പടിയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ സ്മരണാർത്ഥം ആരംഭിച്ചതാണ് സിൽവർ ജൂബിലി വിദ്യാഭ്യാസ പുരസ്കാരം. കോഴിക്കോട് കോർപ്പറേഷൻ, തലക്കുളത്തൂർ, കക്കോടി പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് 5000 രൂപ വീതം നൽകുന്ന മൂത്തേടത്ത് മീനാക്ഷിയമ്മ എൻഡോമെന്റിന് ഇത്തവണ 4 പേർ അർഹരായതായും വോയിസ് അമ്പലപ്പടി ഭാരവാഹികൾ പറഞ്ഞു. എരഞ്ഞിക്കൽ PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരി 31-ന് ശനിയാഴ്ച വൈകിട്ടാണ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും എൻഡോമെന്റ് വിതരണവും നടക്കുക. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ VP മനോജ്, ജനറൽ കൺവീനർ ശ്രീകുമാർ M, ശശികുമാർ P തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ പള്ളത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 3 ദിവസങ്ങളിലായി വിവിധ ചടങ്ങുകളോടെ നടന്നു. മൂർത്തി വെള്ളാട്ടുകളും തിറയാട്ടങ്ങളും താലപ്പൊലിയും ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് ആഘോഷിച്ചത്. ഉത്സവത്തിന്റെ ആദ്യ ദിനം ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. സന്ധ്യാസമയത്ത് നട്ടത്തിറയും ഓടക്കാളി വെള്ളാട്ടും നടന്നു. 2ാം ദിവസം രാവിലെ കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ നിന്നും കലശമെത്തി. പ്രസാദ ഊട്ടും ഒരുക്കി. അന്നദാനത്തിനു ശേഷം ക്ഷേത്രാങ്കണത്തിൽ വെള്ളാട്ട് കോലങ്ങൾ നിറഞ്ഞാടി. കാളഭൈരവൻ, ഗുളികൻ, കുട്ടിച്ചാത്തൻ, ദണ്ഡൻ, മുത്തപ്പൻ, വനദേവത എന്നീ മൂർത്തികളുടെ തിറയാട്ടങ്ങൾ രാത്രിയിൽ നടന്നു. രാത്രിയിൽ നടക്കുന്ന താലപ്പൊലിയും പള്ളത്തിൽക്കാവിലെ പ്രത്യേക ചടങ്ങാണ്. പുലർച്ചയോളം നീണ്ടുനിന്ന തിറയാട്ടങ്ങൾക്ക് ശേഷം ചാന്തുതിറയോടെ പ്രധാന ചടങ്ങുകൾ അവസാനിച്ചു. തുടർന്ന് ഭക്തർ ഭഗവതിക്ക് കലംകരി അർപ്പിച്ചതോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. ഉത്സവം ബേപ്പൂർ പ്രദേശത്തിന്റെ ആകെ ആഘോഷമായാണ് ഓരോ വർഷവും കൊണ്ടാടുന്നത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ കളക്ടറുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം വെബ്സൈറ്റ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പ്രകാശനം ചെയ്തു. ബേപ്പൂർ മണ്ഡലത്തിലെ വ്യവസായശാലകൾ അടച്ചുപൂട്ടുമ്പോൾ സ്ഥലം MLAയും മന്ത്രിയുമായ റിയാസ് നോക്കുകുത്തിയായി നിൽക്കുകയാണെന്ന് PV അൻവർ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കോഴിക്കോട്ട് നടന്നുവന്ന കേരള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സിൽവർ ജൂബിലി സമ്മേളനത്തിന് സമാപനം. SMF മഹല് സംഗമവും 100 ഭവന സമർപ്പണവും ജനുവരി 31-ന് ഉള്ളിയേരിയിൽ. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വളയനാട് ദേവീക്ഷേത്ര ഉത്സവത്തിന്റെ കൊടിയേറ്റം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.